ഓം പ്രകാശ് എന്തിന് കൊച്ചിയിലെത്തി? വലിയ ലഹരി ഇടപാടിന് പദ്ധതി ഇട്ടിരുന്നോ? എന്തൊക്കെയായിരുന്നു ഓം പ്രകാശിന്റെ കൊച്ചി പ്ലാനിംഗ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ തന്നെ ഓം പ്രകാശിലൂടെ മെല്ലെ 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 സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണങ്ങൾ എത്തിച്ചേരുമോ എന്ന സംശയം കൂടി ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. കാരണം നല്ല ആഡംബര ഹോട്ടലിൽ ഓം പ്രകാശിന്റെ മുറിയിലെത്തി 2 സിനിമാ താരങ്ങൾ കുപ്രസിദ്ധ ഗുണ്ടയെ കണ്ടത് അത് ഗൗരവമായ വിഷയമാണ്. എന്തിനു കണ്ടു നടക്കം അറിയേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ കേസിൽ പ്രതി ചേർക്കുന്നില്ലെങ്കിലും ഈ കേസുമായി ഈ സിനിമാ താരങ്ങൾക്ക് ബന്ധമില്ലെങ്കിലും ലഹരിയുമായി പൊക്കിയ ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ മുറിയിൽ ഇവർ എന്തിനെത്തിയെന്ന ചോദ്യം അത് പ്രസക്തമായി തന്നെ തുടരും. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഇപ്പോൾ നർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ ഈ പറയുന്ന ഷിയാസിനെയും ഒപ്പം ഓം പ്രകാശിനെയും അറസ്റ്റ് ചെയ്തു. പക്ഷേ അത് കോടതിയിൽ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് നർക്കോട്ടിക് കേസിൽ ഇത്ര പെട്ടെന്നൊരു ജാമ്യം അവർക്ക് അനുവദിച്ച് കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്? സുഹേൽ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 8 ആണ് ഓം പ്രകാശിന്റെ കേസ് പരിഗണിച്ചത്. പ്രധാനമായി 2 കുറ്റങ്ങളാണ് ഓം പ്രകാശിനെതിരെ ചുമത്തിയിരുന്നത്. ഒന്ന്, അളവിൽ കവിഞ്ഞ മദ്യം അബ്കാരി ആക്ട് പ്രകാരമാണ്. സ്വാഭാവികമായും അതിന് ജാമ്യം കിട്ടും. മറ്റൊന്ന് NDPS കേസായിരുന്നു. പക്ഷേ NDPS കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇയാളുടെ പക്കൽ നിന്ന് കൊക്കൈൻ പിടിച്ചെടുത്തു എന്നുള്ളതായിരുന്നു FIR-ൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. കൊക്കൈൻ അടങ്ങിയ കവർ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കൊക്കൈൻ ഉപയോഗിച്ചതിന് ഒരു തെളിവും ഈ ഗുണ്ടാ നേതാവിനെതിരെ സമാഹരിക്കാൻ പോലീസിനായില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇയാൾക്ക് ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതെല്ലാം കോടതി തള്ളി. നിലവിൽ അയാളെ കസ്റ്റഡിയിൽ വിടേണ്ട സാഹചര്യമില്ല, ജാമ്യം റദ്ദ് ചെയ്യേണ്ട സാഹചര്യമില്ല. കാരണം ഡയറക്റ്റ് തെളിവുകൾ ഒന്നും തന്നെ ഈ കൊക്കൈൻ അടങ്ങിയ കവർ അവിടെ ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇയാൾ ഉപയോഗിച്ചതിനോ അല്ലെങ്കിൽ ഇയാൾ അതുമായി ബന്ധപ്പെട്ട് വിൽപ്പന നടത്തിയതിനോ ക്രയവിക്രയം നടത്തിയതിനോ ഒരു തരത്തിലുള്ള തെളിവുകളും സമർപ്പിക്കാൻ പോലീസിന് ആയിട്ടില്ല, പ്രോസിക്യൂഷൻ ആയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഓം പ്രകാശിന് ജാമ്യം അനുവദിച്ചത്. അത് പ്രോസിക്യൂഷന് ഒരു വീഴ്ചയായി നമുക്ക് ഈ ഘട്ടത്തിൽ കണക്കാക്കാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുപ്രസിദ്ധമായ ഒരു ഗുണ്ടയെ കസ്റ്റഡിയിൽ ലഭിക്കുകയും പിന്നീട് NDPS പോലുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിട്ട് അയാൾക്ക് ഇത്ര പെട്ടെന്ന് പോലീസിൽ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കുന്നതെന്നൊരു ചോദ്യമായി അവിടെ നിൽക്കുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ടത് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പൊക്കെയാണ്. എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ആ ജാമ്യത്തിനൊപ്പം തന്നെ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണ് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഗുണ്ടാ നേതാവായ ക്രിമിനൽ പശ്ചാത്തലമുള്ള നിരവധി കൊലക്കേസുകളിലടക്കം പ്രതിയായ ഒരാളുടെ മുറിയിൽ 2 യുവ സിനിമാ താരങ്ങൾ എന്തിനു പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം നടത്തും. ഏത് സാഹചര്യത്തിലാണ് ഇവർ ആ മുറിയിൽ എത്തിയത് എന്നുള്ളത് അവരിൽ നിന്ന് ചോദിച്ചറിയും എന്നാണ് നമ്മൾ ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ തന്നെ പോലീസ് പ്രാഥമികമായി ഈ വിഷയത്തിൽ ഇവരോട് വിവരങ്ങൾ തേടുമെന്ന് ലഭ്യമായിരുന്നു. അത് ആദ്യഘട്ടത്തിൽ ഇത് രജിസ്റ്ററിൽ നിന്നാണ് ഇവരുടെ പേര് പോലീസിന് ലഭിച്ചത്. പിന്നീട് ഓം പ്രകാശിനെ ചോദ്യം ചെയ്തപ്പോൾ ഓം പ്രകാശും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവർക്ക് പുറമെ 20-ലധികം ആളുകളും ആ മുറിയിൽ എത്തിയിട്ടുണ്ട്. മറ്റൊരാളുടെ പേരിലാണ് ആ മുറി എടുത്തതെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇനി സിനിമാ മേഖലയിലേക്ക് ഈ കേസിന്റെ അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ജാമ്യം ലഭിച്ചു എങ്കിൽ പോലും ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് ആകും. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ, ഗുണ്ടാബന്ധങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഈ 2 യുവ താരങ്ങൾ ഈ റൂമിലേക്ക് പോയത് എന്നുള്ളതിനൊരു മറുപടി പോലീസ് തേടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സുഹൈലും, വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് ദീർഘനാൾ ഗോവയിൽ ഒളിവിലായിരുന്ന ഓം പ്രകാശ് ഈ അടുത്താണ് അറസ്റ്റിലായത്. പിന്നീട് റിമാൻഡിൽ പോകുന്നു, പിന്നീട് ജാമ്യം കിട്ടുന്നു. പക്ഷെ ഇതൊന്നും കൊണ്ട് ഓം പ്രകാശ് അടങ്ങുന്നില്ല. പിന്നീട് വലുതെന്തോ ആസൂത്രണം ചെയ്തു എന്ന് തന്നെ നിഗമനം നടത്തണം. കാരണം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓം പ്രകാശ് വളരെ അസ്വാഭാവികമായി സാധാരണമായി കൊച്ചിയിൽ എത്തിയതല്ല, കൃത്യമായി എന്തോ പദ്ധതിയുടെ ഭാഗമായി എത്തിയതാണ്. അത് പോലീസ് സംശയിക്കുന്നുണ്ട്. അതൊരു വൻ ലഹരി ഇടപാടിനുള്ള ഒരു നീക്കമാണോ എന്ന സംശയവും പോലീസ് ഊർജിതമായ ആ ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോഴാണ് ഈ കേസ് മെല്ലെ മെല്ലെ പതിയെ സിനിമാ മേഖലയിലേക്ക് കൂടി കടന്നുപോകുന്നു. ഓം പ്രകാശിന് അറിയുന്ന ജോലികൾ കൊലപാതകവും വധശ്രമവും ഭീഷണിപ്പെടുത്തലും ലഹരിക്കടത്തുമാണ്. ഇത്തരത്തിൽ കുപ്രസിദ്ധി മാത്രം ആർജിച്ച ഒരു ഗുണ്ടാ നേതാവിന്റെ മുറിയിലേക്ക് അത്യാവശ്യം ആളുകൾക്കിടയിൽ പേരുള്ള പ്രശസ്തിയുള്ള സിനിമാ താരങ്ങൾ എന്തിനു പോയി എന്ന ചോദ്യം, അതിനോടൊപ്പം 20 പേര് കൂടി ആ മുറിയിൽ ചെന്ന് കാണാൻ, ഓം പ്രകാശിനെ കാണാൻ ഒരു നീണ്ട നിര അവിടെ ഉണ്ടായെന്ന് തന്നെ മനസ്സിലാക്കണം. എന്തിന് ഇത്തരത്തിലൊരു ഗുണ്ടയെ കാണാൻ ഈ പ്രമുഖരൊക്കെ പോയി എന്ന ചോദ്യം പ്രസക്തം. അതിനപ്പുറത്തേക്ക് സിനിമാ മേഖല ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ, ഇങ്ങനെ നെക്സസ് ഉണ്ടെന്ന ആരോപണങ്ങൾ ശക്തിപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സന്ദർശനം അത് വലിയ ചർച്ചയ്ക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ വിഷ്ണു സുരേഷ് ചെയ്യുന്നു. വിഷ്ണു, ഇപ്പോൾ ഓം പ്രകാശിനെ ജാമ്യം കിട്ടിപ്പോയിരിക്കുന്നു. പക്ഷേ പോലീസ് കേസുമായി മുന്നോട്ട് പോകും. നേരത്തെ തന്നെ ഒരു സൂചന പോലീസ് പറഞ്ഞത് ഓം പ്രകാശ് കൊച്ചിയിലെത്തിയത്
നടത്തിയത് ഒരു വലിയ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ഇത് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കില്ലേ പോലീസിന്റെ അന്വേഷണം? അതിനപ്പുറത്തേക്ക് ഇന്നലെ ഓം പ്രകാശ് പറഞ്ഞത് താൻ കൊച്ചിയിലെത്തിയത് ഒരു പ്രമുഖന്റെ DJ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്നാണ്. ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഈ DJ പാർട്ടിയിൽ പങ്കെടുക്കാൻ തന്നെയായിരുന്നോ ഈ ഓം പ്രകാശ് ഇവിടെ എത്തിയത്? DJ പാർട്ടിയുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ടല്ലോ വിഷ്ണു. സുഹൈല്, ഇന്നലെ ഓംപ്രകാശിനെ 12 മണിയോടുകൂടി കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം വിശദമായി കമ്മീഷണറും അതോടൊപ്പം തന്നെ മരട് പോലീസും ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിനിടയിലാണ് താൻ ഇവിടെ ഒരു DJ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയതാണ് എന്ന് ഓംപ്രകാശ് പറയുന്നത്. അതോടൊപ്പം തന്നെ സുഹൃത്ത് ഷിഹാസിനെ താൻ വിളിച്ചു വരുത്തിയതാണ്, അയാൾ തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നു. മറ്റൊരു തരത്തിലുള്ള ഇടപാടുകൾക്കും വേണ്ടി താൻ വന്നതല്ല എന്നാണ് ഓംപ്രകാശ് മൊഴി നൽകിയത്. പക്ഷേ പിന്നീട് എന്തിന് ഈ ലഹരി ഉപയോഗിച്ചു എന്നൊരു ചോദ്യം അവിടെ പോലീസ് ഉയർത്തിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം പോലീസിന് ചില രഹസ്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇയാൾ ചില ലഹരി ഇടപെടലിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൊച്ചിയിൽ എത്തിയതാണ് എന്നൊരു വിവരം പോലീസിനുണ്ടായിരുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഓംപ്രകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അയാളുടെ മുറിയിൽ നിന്ന് അത് സാധൂകരിക്കുന്ന ചില തെളിവുകൾ, കൊക്കൈൻ അടക്കമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന കവറുകളടക്കം പോലീസിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകണമെങ്കിൽ സ്വാഭാവികമായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ അടക്കം പോലീസ് സമർപ്പിച്ചെങ്കിലും അത് പോലീസിന് ലഭ്യമായില്ല. ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ കൊക്കൈൻ ഈ ഓംപ്രകാശ് ഉപയോഗിച്ചു എന്ന് അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അവിടെ ആ കവർ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് പോലീസിന് പക്കൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പിടിവള്ളി. പക്ഷേ അത് കോടതി തള്ളിക്കളഞ്ഞു. പ്രോസിക്യൂഷൻ വാദങ്ങൾ തള്ളിക്കളഞ്ഞു. 2 ദിവസത്തെ കസ്റ്റഡി വേണ്ട എന്ന പ്രതിഭാഗം വാദത്തെ അംഗീകരിക്കുകയായിരുന്നു. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ പോലീസ് ഇന്ന് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പലകുറി നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമാ മേഖലയിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ്. ഈ പേരുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ്. നമ്മൾ പ്രാഥമികമായി പോലീസുകാരുമായി സംസാരിക്കുമ്പോൾ അവർ തന്നെ രാവിലെ വ്യക്തമാക്കിയത് ഉറപ്പായും സിനിമാ മേഖലയിലെ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓംപ്രകാശ് തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് സ്ഥിരീകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഇവരുടെ പക്കൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. ഒരുപക്ഷെ ഇവർ ഈ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകില്ല. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നത് ഓംപ്രകാശ് ഒരു സാംസ്കാരിക പ്രവർത്തനമല്ല, ഒരു സിനിമാ മേഖലയിലെ പ്രവർത്തകനല്ല. ആ അത്തരത്തിൽ അയാൾ പ്രാവീണ്യം നേടിയിട്ടുള്ള മേഖല ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, ഗുണ്ടാ നേതാവാണ്, നിരവധി കൊലക്കേസിൽ അധികം പ്രതിയായിട്ടുള്ള ആളാണ്. പ്രധാനപ്പെട്ട ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട മുത്തൂറ്റ് പോളം വധക്കേസ് പോലുള്ള കേസുകളിൽ പേര് ഉയർന്നപ്പെട്ട ആളാണ്. അത്തരത്തിൽ ഒരാളുടെ മുറിയിലേക്ക് എന്തിനാണ് ഈ 2 യുവതാരങ്ങളും എത്തിയത് എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ പോലീസ് ഉയർത്തുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായി ഗുണ്ടാ മാഫിയുമൊക്കെയായി സിനിമാ മേഖലയ്ക്ക് പങ്കുണ്ട് എന്ന് സിനിമയിലുള്ള ആളുകൾ തന്നെ പലതവണ വ്യക്തമാക്കിയതാണ്. ഹേമ കമ്മിറ്റിയിലടക്കം അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ലഹരി ഉപയോഗം അടക്കം സിനിമാ മേഖലയിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള പരാമർശങ്ങൾ ഈ അടുത്തെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ 2 പേരുകൾ എന്തിനാണ് ഈ കുപ്രസിദ്ധ ഗുണ്ടയുടെ അല്ലെങ്കിൽ നൊട്ടോറിയസ് ക്രിമിനലിൻ്റെ മുറിയിൽ എത്തിയത് എന്നുള്ള കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ അന്വേഷണം നടക്കും. അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അവരെ മൊഴിയായി തന്നെ രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേവലം അതങ്ങനെ റിജക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലല്ല കാര്യങ്ങൾ. കാരണം ഇവർ ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഓംപ്രകാശ് തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് അത് കേവലമായി വിട്ടുകളയാനുള്ള സാധ്യതയില്ല. വിശദമായി തന്നെ ആ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും. സിനിമാ മേഖലയും അതോടൊപ്പം തന്നെ സിനിമയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സുഹൈല, ശരി. കേരളത്തിലെ കുപ്രസിദ്ധ ഗുണ്ടകളുടെ മുഖങ്ങളിലൊന്നായ ഓം പ്രകാശ് കൊച്ചിയിലെത്തി. അവിടെ ലഹരി പാർട്ടിക്ക് ലഹരി വിതരണം ചെയ്ത് നടക്കുമുള്ള ആരോപണങ്ങൾ ഉയരുന്നൊരു ഘട്ടം കൂടിയാണ്. ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഓം പ്രകാശിനെ പൊക്കിയപ്പോൾ ആ ചോദ്യം ചെയ്യൽ അറിഞ്ഞതൊരു ഞെട്ടിക്കുന്ന വിവരമാണ്. ഓം പ്രകാശിനെ മരടിലെ ആഡംബര ഹോട്ടലിൽ ചെന്ന് കണ്ടതിൽ 2 പ്രമുഖ താരങ്ങളുമുണ്ട്. സിനിമാ മേഖലയും ലഹരിക്കടത്ത് മാഫിയും തമ്മിൽ നെക്സസ് ഉണ്ടെന്നൊക്കെ ആരോപണങ്ങൾ അതിശക്തമായിരുന്ന ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സന്ദർശനം പോലും വലിയ വിവാദങ്ങൾക്ക്, ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സാമൂഹിക പ്രവർത്തകനല്ല, സിനിമാ താരമല്ല ഓം പ്രകാശ്. പ്രാവീണ്യമുള്ളത് ഗുണ്ടാ പ്രവർത്തനത്തിലും കൊലപാതകത്തിലും കൊലപാതക ശ്രമത്തിലും തട്ടിക്കൊണ്ടുപോകലിനും ലഹരിക്കടത്തിനുമാണ്. ഈ കേസുകളിലൊക്കെ പ്രാവീണ്യമുള്ള ഒരാളെ പ്രമുഖ സിനിമാ താരങ്ങൾ കണ്ടതെന്തിനെന്ന ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യം ബാക്കിയാകും. ഇതിൽ വ്യക്തമായ വിശദമായ ഒരു അന്വേഷണം കൂടി നടക്കേണ്ടതുണ്ട്.